താഴേക്ക് ഇരിക്കണം, നല്ല രീതിയിൽ തലയും ഒതുക്കി വെക്കണേ. അന്ന് പൊങ്ങി വരുന്ന ഒരു മീനേം കൊണ്ടാട്ടോ. ഇതെന്താ ഇത്? BTPC ഇൻഫർമേഷൻ സെന്റർ മൺട്രോ ഐലൻഡ് എന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ലൊക്കേഷനാണിത്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് വരുമ്പോൾ ഇതാ കാണുന്നതാണ് BTPC ഇൻഫർമേഷൻ സെന്റർ. ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്. അന്ന് 600 രൂപയാണ് ടിക്കറ്റിനായത്. വേദ ഉൾപ്പെടെ ഞങ്ങൾ 4 പേരാണ് ബോട്ടിങ്ങിന് പോയത്. അന്ന് നമ്മൾ മഴക്കാലത്തിന് മുമ്പാണ് പോയത്. ഇവിടെ മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും കയ്യിലൊരു കുട വരുന്നതാണ് നല്ലത്. കുട പോലെ തന്നെ അത്യാവശ്യമാണ് വെള്ളവും. നമ്മൾ കുറച്ചു ദൂരം ചെന്ന ശേഷം ഒരു കട അവിടെ ഉണ്ട്. അവിടെ നമുക്ക് ചായയോ വെള്ളമോ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റും, സ്നാക്സും ഒക്കെ. എന്നാലും നമുക്ക് ഈ പോകുന്ന വഴിയിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കരുതണം. ആലപ്പുഴ പോലെ തന്നെ ഗ്രാമഭംഗികൾക്ക് പേര് കേട്ടതാണ് മൺട്രോ ഐലൻഡും. എന്നാലും ആലപ്പുഴ പോലെ ഹെവി ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഗ്രാമഭംഗി മൊത്തം ആസ്വദിക്കാനും കഴിയും. കല്ലടയാറിന്റെയും അഷ്ടമുടിക്കായലിന്റെയും സംഗമ സ്ഥാനത്ത് കാണുന്ന 8 ദ്വീപുകൾ അടങ്ങുന്ന ഒരു ദ്വീപസമൂഹമാണ് മൺട്രോ ഐലൻഡ്. അത് കക്കയുടെ തോടാണ് കൂട്ടിയിട്ടിരുന്നത്. നമ്മളിപ്പോ പോകുന്നത് കല്ലടയാറിന്റെ കൈവഴികളിലൂടെയാണ്, കുറച്ച് കനാലുകൾ വഴി. ഈ കനാലുകളിലെല്ലാം തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇരുന്നും കിടന്നും ഒക്കെ വേണം ക്രോസ് ചെയ്തു പോകാൻ. ആലപ്പുഴയിലെ ബോട്ടിങ്ങിൽ നിന്ന് മൺട്രോ തീരത്തിലെ ബോട്ടിങ്ങിനെ വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളിലൊന്നാണ് ഇപ്പം നമ്മൾ കണ്ട ഈ പാലം. ഇതുപോലെ തന്നെ പല പാലങ്ങൾ ഈ പോകുന്ന പോക്കി നമ്മൾ പലയിടത്തും കാണും. കൂടാതെ ധാരാളം കണ്ടൽക്കാടുകൾ ഈ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ നാട്ടിലുള്ളവരുടെ ഒരു പ്രധാന യാത്രാമാർഗമാണ് ഈ വള്ളങ്ങൾ. ഒരുമാതിരിപ്പെട്ടവരുടെ ഒക്കെ വീട്ടിൽ ഈ വള്ളം ഉണ്ടാവും. നമുക്കിത് രസമുള്ളൊരു കാഴ്ചയാണെങ്കിലും ഇവിടെയുള്ളവർക്ക് ഇതൊരു ദുരിതപൂർണമായ ജീവിതമാണ്. ചുറ്റിനും എങ്ങു തിരിഞ്ഞാലും വെള്ളം മാത്രം. അങ്ങനെ ഒരു അടുത്ത മേൽപ്പാലം എത്തി. നേരത്തെ ഇവിടുന്ന് നേരെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ചെറിയൊരു ബണ്ട് കെട്ടി ഈ വഴി തിരിച്ചു വിടുകയാണ്. ഈ ചെറുപാലങ്ങൾക്കടിയിൽ ഇരുന്നും കിടന്നും വള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നിട്ടുമുള്ള ഈ യാത്രയെല്ലാം ഒരു പ്രത്യേക അനുഭവമാണ്. ഈ കുഴി എന്തുവാ? മീനോ? ഇവിടെയുള്ളവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് മീൻപിടുത്തവും മീൻ കൃഷിയും. ഒറ്റപ്പെട്ടു കിടന്ന ചെറുദ്വീപുകളെ കല്ലടയാറിന്റെ കൈവഴികളാൽ അഷ്ടമുടിക്കായലുമായി ബന്ധിപ്പിച്ചത് 1800കളിൽ കേണൽ മൺട്രോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ ഐലൻഡുകൾക്ക് മൺട്രോ ഐലൻഡ് എന്ന പേര് വന്നു. അതായത് പ്രൈവറ്റ് ആൾക്കാർ ചെയ്യുന്ന ബോട്ടിംഗ് ആണ്. എന്തായാലും DTPCയുടെ അവിടുന്ന് വന്നതല്ല. അവരുടെ ടൈമിങ് ഏകദേശം കഴിയാതായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കിനും. ഇതാ നീർക്കാക്കയൊക്കെ ഉണ്ടോ? ഇതുപോലെ നീർക്കാക്കയും പരുന്തുകളും മറ്റു പല പക്ഷികളും ഇവിടുത്തെ ഒരു സ്ഥിര കാഴ്ചയാണ്. താഴേക്ക് ഇരിക്കണം, നല്ല രീതിയിൽ തലയും ഒതുക്കി വെക്കണേ.
ബോട്ടിങ് ചെയ്യുന്നവരൊക്കെ ഈ വെള്ളത്തിൽ താഴ്ന്നു പോകാതിരിക്കാനുള്ള ജാക്കറ്റ് ഇടണമെന്ന് ഒരു നിബന്ധനയുണ്ട്. ഇതില്ലാതെ ഈ പോലീസുകാർ ഇവിടെ റൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഉണ്ടാവും. നമ്മൾ ഈ DTPCയുടെ ബോട്ടിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു തൊപ്പിയും കൂടി ഈ ജാക്കറ്റും കിട്ടും. ഇത് നീർക്കാക്ക തന്നെയല്ലേ? ഇത് നീർക്കാക്ക തന്നെയാണല്ലോ. നമ്മളങ്ങനെ അഷ്ടമുടിക്കായലിലേക്ക് വന്ന് കയറി. ഇവരെന്ത് കഷ്ടപ്പെട്ട ഈ വെള്ളം തുഴയുന്നതെന്ന് നോക്കിയേ. ഇവർ ഈ ഡെയിലി വേജസിനാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇവർക്ക് ആളുകളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം ഈ കായലിൽ കൂടെ വന്ന് ഇവിടെ വീണ് കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, അതാണ് ഇവരുടെ ജോലി. അപ്പം നമ്മൾ ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് ഈ മാലിന്യങ്ങൾ ഇടാതിരിക്കുക. ഇവിടെ ഈ സർവേക്കല്ല് നാട്ടിയേക്കുന്നതുണ്ടോ? പണ്ട് ഇതുവഴി ഒരു റോഡ് പോയിരുന്നു. കാലക്രമേണ ഈ ഏരിയ വെള്ളം മുങ്ങിയതാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഏരിയ മൊത്തം റോഡും അതിന്റെ പരിസരങ്ങളുമായിരുന്നു. ഇവിടെ എല്ലാരും ഫോട്ടോ എടുക്കാനും മറ്റും വള്ളത്തിൽ നിർത്താറുണ്ട്. ഇവിടെയാണ് ആഴം കുറവാ, നമ്മുടെ മുട്ടറ്റം മാത്രമേ വെള്ളമുള്ളൂ. ഇവിടെ ഇറങ്ങാറുണ്ട് ആളുകളെല്ലാം. നമ്മളവിടെ നിന്ന സമയം ഈ ഏരിയ മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞു. അവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർച്ച് ഉണ്ട്, അത് പോയി ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചായ കുടിച്ച് തിരിച്ചു പോകാം. ഇതാണ് ഇവിടുത്തെ ഈ ഹൈലൈറ്റ്. കണ്ടൽക്കാടുകൾ തന്നെത്താനെ ആർച്ചായി മാറിയേക്കുന്നത്. ഈ ആർച്ചിനുള്ളിലോട്ട് കയറിയപ്പോഴേ കണ്ടത് ഒരു കല്ല് ഷാപ്പാണ്. മറ്റേത് മരങ്ങളും താങ്ങുന്നതിനേക്കാൾ 100 മടങ്ങ് ഉപ്പിന്റെ അംശം താങ്ങാനുള്ള കഴിവ് ഈ കണ്ടൽ മരങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കടൽക്കരകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാറുള്ളത് ഈ കണ്ടൽ മരങ്ങളാണ്. കണ്ടൽ മരങ്ങൾ അതുകൊണ്ട് ഈ ടൈഡിന്റെ സമയത്ത് ഈ അമിതമായി തീര വരുമ്പോഴെല്ലാം മണ്ണിന്റെ വ്യാപകമായ തിരിച്ചൊഴുക്ക് തടയാനുള്ളൊരു ഏറ്റവും നല്ല ഉപാധിയാണ്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ എന്താണ്ട് ഈ പെഡൽ ബോട്ട് വരുന്നത്, അതുപോലെ തന്നെ ഒരു ഹൗസ് ബോട്ടും വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഈ ട്രഡീഷണൽ വള്ളം അല്ലെങ്കിൽ കയാക്ക് ചെയ്യുന്ന ബോട്ട് അല്ലെങ്കിൽ പെഡൽ ബോട്ട് അങ്ങനെയുള്ള ബോട്ടുകളല്ലാതെ മോട്ടറിൽ ഉപയോഗിക്കുന്ന ബോട്ടുകൾ കോമൺ ആയിട്ട് നമ്മൾ കണ്ടില്ല.
വീട്ടിൽ വളർത്തുന്ന പലതരം പ്രാവുകളെ. ഇത് DTPC ബോട്ടിങ്ങിന്റെ അലൗട്ട് ടൈം കഴിഞ്ഞു. അപ്പോഴാണ് ഇതേത് പ്രൈവറ്റ് ആൾക്കാരാണ് തൊഴിഞ്ഞു വരുന്നത്. ഈ നായെ കണ്ടോ, ഇവിടുത്തെ ഈ മീൻ കൃഷിക്ക് കാവലായിട്ട് നിർത്തിയതാ. ആവശ്യത്തിന് ചോറൊക്കെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഇതേ ഒരു മൊറോക്കോക്കാരനാണ് ഒറ്റയ്ക്ക് കയാക്കിങ് ചെയ്ത് വരുന്നത്. അയ്യോ, മൊറോക്കോ. ഈ വള്ളങ്ങൾ കുറച്ചധികം നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴും എന്തെങ്കിലും മെയിൻ്റെനൻസിനൊക്കെ ആയിട്ട് ഇതുപോലെ കരയെ കയറ്റി വെക്കാറുണ്ട്. ഇതാണ് ഉറളങ്ങ. നല്ല കിടുക്കം വിഷവ. കഴിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തീരും. എന്താ ഫ്രണ്ടിൽ പുക വരുന്നത് കണ്ടോ? ആരുടെ ശവസംസ്കാര ചടങ്ങിന്റെ ഭാഗമാണത്. ഈ യാത്രയിൽ നമ്മൾ 2 സ്ഥലത്ത് ഇതുപോലെ ശവസംസ്കാര ചടങ്ങുകൾ കണ്ടു. ചില സമയം ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഈ ശവശരീരം സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകം തട്ടുണ്ടാക്കി അതിന് മുകളിൽ വെച്ച് ദഹിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുക. ചുറ്റിനും വെള്ളമുണ്ടെങ്കിലും കുടിവെള്ളം വേണമെങ്കിൽ ഇതുപോലാണ് കഷ്ടപ്പെടേണ്ടത്. ഈ നാട്ടുകാരുടെ അവസ്ഥയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. Until then, it's bye from Team VNS.